ഷാർജ പോലീസും പ്രമുഖ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള നൂണും ചേർന്ന് വാഹന ഉടമകൾക്കായി പുതിയൊരു വാഹന പ്ലേറ്റ് ശേഖരണ സർവീസ്, വെഹിക്കിൾ പ്ലേറ്റ് കളക്ഷൻ സർവീസ് ആരംഭിക്കുകയാണ്. വാഹനം ലൈസൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നമ്പർ പ്ലേറ്റുകൾ ഓഫീസിൽ തിരികെ നൽകേണ്ടി വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് സെന്ററുകളിൽ പോകുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു സേവനം സഹായിക്കുന്നത്. അപ്പൊ ഈ സേവനത്തിന് നമ്മൾ അപേക്ഷിക്കുന്ന ഉപഭോക്താക്കളുടെ അടുത്തെത്തി നൂൺ പ്രതിനിധി ആദ്യം ഈ നമ്പർ പ്ലേറ്റുകൾ നേരിട്ട് കൈപ്പറ്റുകയും അത് ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് സെന്ററിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ MOI UAE ആപ്പില്ലേ അതുവഴിയോ അല്ലെങ്കിൽ ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് സർവീസ് സെന്റർ ചാനലുകൾ വഴിയോ ഉപഭോക്താക്കൾക്ക് ഈ സേവനം തെരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് അതിന്റെ സംവിധാനം. ഇപ്പൊ നമ്പർ പ്ലേറ്റുകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയുടൻ ഉപഭോക്താവിന് ഒരു കൺഫർമേഷൻ SMS ലഭിക്കുന്നതാണ്. ഇതിന് ശേഷം ബാക്കി നടപടികൾ പൂർണ്ണമായും ഓൺലൈനായി സ്മാർട്ട് ആപ്പുകൾ വഴി പൂർത്തിയാക്കാം. ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനും സർവീസ് സെന്ററുകളിൽ നേരിട്ടെത്തുന്നവരുടെ തിരക്ക് കുറച്ച് സമയം ലാഭിക്കാനുമാണ് ഷാർജ പോലീസിന്റെ വെഹിക്കിൾ ആൻഡ് ഡ്രൈവേഴ്സ് ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സേവനത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പല വിമാന കമ്പനികളും അവരുടെ സർവീസുകൾ റദ്ദാക്കിയതായിട്ടുള്ള കാര്യമാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുന്നവർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള അറിയിപ്പുകളും കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഏതൊക്കെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ചുരുക്കി പറയാം. എത്തിഹാദ് അബുദാബി ബഹ്റൈൻ സെക്ടറിലെ 3 സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. മറ്റ് സർവീസുകൾക്ക് തടസ്സമൊന്നുമില്ല. എമിറേറ്റ്സിന്റെ കുവൈറ്റ് ബഹ്റൈൻ സർവീസുകൾ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. എയർ അസ്താന ദുബായ് ദോഹ സർവീസുകൾ ഏതാനും ആഴ്ചകളിലേക്ക് റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഫ്രാൻസിന്റെ പാരീസിൽ നിന്നും ദുബായിലേക്കും റിയാദിലേക്കുമുള്ള വിമാനങ്ങളും നിർത്തലാക്കിയിട്ടുണ്ട്. എയർ ഫ്രാൻസിന്റെ പാരീസിൽ നിന്നും ദുബായിലേക്കും റിയാദിലേക്കുള്ള വിമാനങ്ങൾ 25-ാം തീയതി വരെ റദ്ദാക്കി. ബ്രിട്ടീഷ് എയർവേസിന്റെ ദുബായ്, അബുദാബി, ബഹ്റൈൻ, ദോഹ, അമ്മാൻ, ടെല്ലവീവ്, റിയാദ് സർവീസുകൾ എന്ന് പുനഃസ്ഥാപിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. സംഘർഷാവസ്ഥയെ തുടർന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള ചില സർവീസുകൾ ഇന്നലെ വൈകുകയുണ്ടായി, ചിലത് റദ്ദാക്കുകയും ചെയ്തു. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. കോഴിക്കോട് വിമാനത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്നലെ വൈകിട്ട് 6:40 ദുബായിലേക്ക് വരേണ്ട വിമാനമാണ് റദ്ദാക്കിയത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയിച്ചത്. വിമാന സർവീസുകൾ കാര്യമായിട്ട് വൈകുന്നുണ്ട്. ദുബായിൽ നിന്ന് ഇന്നലെ രാത്രി 8:30 എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാത്രി 10:30 നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. രാത്രി 10:35 എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ദോഹ വിമാനം ഇന്ന് പുലർച്ചെ വരെ വൈകി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ രാത്രി 9:30 പുറപ്പെടേണ്ടിയിരുന്ന അബുദാബി വിമാനം രാത്രി 11 പുറപ്പെട്ടത്. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ സ്പൈസ് ജെറ്റിന്റെ 2 വിമാനങ്ങൾ ഏറെ വൈകിയത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഇതടക്കം നിരവധി വിമാനങ്ങൾ വൈകുന്നതിലുള്ള സംഭവങ്ങൾ മലയാളി യാത്രക്കാരും അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിസന്ധി അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നുള്ള ചിത്രമാണ് നമുക്കും പറയാനുള്ളത്. അതുകൊണ്ട് പുറപ്പെടും മുമ്പ് വിമാനത്തിന്റെ സമയക്രമം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടെത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത്. ദുബായിലെ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമായി ദുബായ് നഗരസഭ എടുത്തിരിക്കുന്ന പുതിയ തീരുമാനങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സംയോജിത സഹകരണ വിപണി കൂടുതൽ മേഖലകളിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അനധികൃത വിപണിയിലെ നിലവാരം കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും മോചനം നൽകി കുറഞ്ഞ ചെലവില് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഇത്തരം വിപണികൾ. മുഹൈസിന 2, അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3, അൽഖൂസ് 4 എന്നിവിടങ്ങളിൽ പദ്ധതി പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജബലലിയിൽ 4ാമത്തെ വിപണി ഉടൻ തുറക്കും. അതുപോലെ തന്നെ നിലവിൽ 866 സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പച്ചക്കറി, മാംസം, മത്സ്യം എന്നിവയ്ക്ക് പുറമെ സലൂണുകൾ, തയ്യക്കടകൾ, കായിക വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട്. 6 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിച്ച ഈ പദ്ധതി UK സേഫ്റ്റി കൗൺസിലിന്റെ രാജ്യാന്തര പുരസ്കാരവും നേടിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ശുചിത്വവും സുരക്ഷയും പൂർണ്ണമായി ഉറപ്പാക്കിയാണ് നഗരസഭ ഇവയുടെ മേൽനോട്ടം നിർവഹിക്കുന്നത്. 35ാമത് അബുദാബി രാജ്യാന്തര പുസ്തകമേള സെപ്റ്റംബർ 13 മുതൽ 18 വരെ നടക്കാൻ പോവാണ്. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് മേള നടക്കുന്നത്. UAE പ്രസിഡന്റിന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന പുസ്തകമേള പേജ് മറിക്കൂ, ലോകത്തെ വായിക്കൂ എന്ന പ്രമേയത്തിലാണ് നടക്കുക. 95 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകരും എഴുത്തുകാരും ഗവേഷകരും ചിന്തകരും ഒക്കെ പങ്കെടുക്കുന്ന വിപുലമായ പുസ്തകമേളയാണ് അബുദാബിയിൽ തുടങ്ങുന്നത്.